നിവിൻ ചേട്ടനാണ് ആദ്യം സിനിമയിൽ വന്നത്. അപ്പോൾ നിവിൻ ചേട്ടൻ സിനിമയിൽ വരുമ്പോൾ പുള്ളി 2010 അദ്ദേഹം മലർവാടിയുടെ ഓഡീഷൻ. അപ്പോൾ ഓഡീഷനൊക്കെ പോകുന്നത് ഞാൻ നിവിൻ ചേട്ടൻ ഒരുമിച്ച് പോകണം. അന്ന് അദ്ദേഹം കാലിന് വയ്യാണ്ട് ചേട്ടനെ ഞാനും കൂടി പോകണം. അപ്പോൾ ചേട്ടൻ അവിടെ നിന്ന് ഓഡീഷൻ കഴിയുന്നു, പുള്ളി ക്ലിക്കാവുന്നു, സിനിമയിൽ കയറുന്നു. അപ്പോൾ അതിന് മുമ്പ് സിനിമയിൽ കയറില്ലായിരുന്നെങ്കിൽ നിവിൻ ചേട്ടൻ എന്ത് ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ ഞാൻ ആലോചിക്കുന്നത് വെച്ചാൽ അദ്ദേഹം ചിലപ്പോൾ ലോജിസ്റ്റിക്സിൻ്റെ ഒരു കോഴ്സ് പഠിക്കാനാണ് പോയിരുന്നത്. സ്വിറ്റ്സർലൻഡിൽ മറ്റോ പോകാൻ പ്ലാൻ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ പോകേണ്ട ഒരാളാണ് ഇതിലേക്ക് വന്നത്. ഭയങ്കര കോയിൻസിഡൻഷ്യലാണ് നിവിൻ ചേട്ടൻ സിനിമയിലേക്ക് വന്നത്, വിനീത് ശ്രീനിവാസന്റെ പടത്തിലൂടെ വന്നത്. അപ്പോൾ അത് പുള്ളി വന്നു. അതിനുശേഷം ടോവിനോ വന്നു. ടോവി ഇതുപോലെ തന്നെ വളരെ കുറേ ഓഡീഷൻസും കാര്യങ്ങളും കയറി ഇറങ്ങി. ടോവിയും അവൻ്റെ ഒരു കയറി വന്നു. അപ്പം എനിക്ക് ചെറുപ്പത്തിൽ ഈ നാടകം പരിപാടിയൊക്കെ ഉള്ളതുകൊണ്ട് ഈ രണ്ടുപേർക്കും അറിയാം എനിക്ക് അഭിനയം താല്പര്യമുള്ള സംഭവമാണ്. ഇപ്പം ഞാൻ പേഴ്സണലി അഭിനയത്തിനോടാണ് എനിക്ക് കൂടുതൽ ക്രേസ് ഉള്ളത്. അഭിനയിക്കണം. അപ്പോൾ അഭിനയിക്കാനാണ് എനിക്ക് കുറേ സോഴ്സ് ഉണ്ട്. എനിക്ക് മൈം ചെയ്യാം, സ്കിറ്റ് ചെയ്യാം, അമിച്ചർ നാടകങ്ങൾ ചെയ്യാം, ഡ്രാമ ചെയ്യാം, എന്തൊക്കെയോ ചെയ്യാം, സിനിമ ചെയ്യാം, ഇഷ്ടമുള്ളത് ചെയ്യാം.